ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഐശ്വര്യമായിട്ട് ദിവസം ഞങ്ങളൊരു 4 സൈറ്റിൽ പോകാം എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാനും സോനയും ഡിസൈനറും പ്രോജക്റ്റ് മാനേജറും അടങ്ങുന്നൊരു ടീം നമ്മൾ പതിവ് പോലെ ഇന്ന് ആദ്യത്തെ സൈറ്റ് ഞങ്ങൾ 10 മണിക്ക് രാവിലെ എത്തി. ഇതൊരു ആർക്കിടെക്റ്റ് ഒരു 40 വർഷം മുമ്പ് ചെയ്തൊരു വീടാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള വീട്. അവിടെ ഈ കാണുന്ന മുന്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഈ എറണാകുളത്തും മുന്തിരി വയ്ക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത് ആ സൈറ്റിൽ ചെന്നപ്പോഴാണ്. അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളൊരു നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്, അത്യാവശ്യം നല്ല എയർ സർക്കുലേഷനൊക്കെ ഉള്ള വീടാണ്. പക്ഷേ 40 വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ റിനോവേഷൻ്റെ ഒരു ആവശ്യം അവിടെ നിലവിലുണ്ട്. പ്രധാന പ്രശ്നം ഡാംനെസ് ആണ്. റൈസിങ് ഡാംനെസ് എന്ന് പറയും. ഈ കണ്ട സംഭവമാണ്. അത് 2 രീതിയുണ്ട്. ഒന്ന്, ബാത്റൂമിലെ അടുത്തൊരു ബാത്റൂമുണ്ട്. ആ ബാത്റൂമിലെ ടൈലിൻ്റെ പോയിൻറ്റിങ് ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തുള്ള ഇഷ്യൂസ് ഉണ്ട്. 2, പ്ലംബിംഗ് ലൈൻസിന് ചെറിയ ലീക്കേജ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ എല്ലാ മുറികളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം ചെതൽ ശല്യം ഡാംനെസ്സുമാണ്. അപ്പോൾ നമ്മളൊരു ടെർമൈറ്റ് പ്രൂഫിങ്ങും ഒരു വാട്ടർ പ്രൂഫിങ്ങും ഒരു സൊല്യൂഷൻ നമുക്കിവിടെ ചെയ്യേണ്ടതുണ്ട്. വാർഡ്രോബ്സും എല്ലാം തടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെതലിൻ്റെ ശല്യങ്ങളുണ്ട്. ഡൈനിങ് വാഷ് കൗണ്ടറൊക്കെ ഒരു ടോട്ടൽ മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിച്ചണിലോട്ട് കയറുമ്പോൾ കിച്ചണിൽ താഴെ ബോട്ടം ബോക്സസ് പ്ലൈവുഡും അതിൻ്റെ ഷട്ടേഴ്സ് എല്ലാം വുഡുമാണ്. അപ്പോൾ എല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ WPCയിലാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഹൈറ്റ് തീരെ കുറവാണ്. അപ്പോൾ ഹൈറ്റ് കൂട്ടി ഒരു മോഡുലാർ കിച്ചനെ പ്ലാൻ ചെയ്യുന്നത്. വർക്ക് ഏരിയ നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റ് സ്റ്റോർ റൂമും പിന്നെ ഒരു വർക്കിംഗ് കിച്ചണും കൂടെ ആക്കി പ്ലാൻ ചെയ്യുകയാണ്. പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ലൈൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് ആവശ്യമുണ്ട്. DB അടക്കമുള്ളത് നമുക്ക് രണ്ടാമത് ഡ്രസ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ലിവിംഗ് റൂം ഒരു വലിയ ഹാളാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ബേ വിൻഡോ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ബേ വിൻഡോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അവർക്ക് അത്യാവശ്യം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊരു ബേ വിൻഡോ ഏരിയ യൂസ് ചെയ്യാം. അതുപോലെ വിൻഡോസ് എല്ലാം കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ വിൻഡോസിൻ്റെ ഷട്ടേഴ്സ് എല്ലാം മാറണം. ഫസ്റ്റ് ഫ്ലോറിലെ വാഷ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഈ ടൈലൊക്കെ അവിടെ നിന്ന് എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അവിടെയും വാർഡ്രോബ്സ് ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ എല്ലാം ഇതുപോലെ മെസ്സപ്പായി കിടക്കണം. അതൊക്കെ നമുക്കൊന്ന് റീഡ്രസ് ചെയ്യണം. നമ്മൾ ഈ കളമശ്ശേരിയിലുള്ള നമ്മളുടെ അടുത്ത വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലോട്ട് പോവുകയാണ്. വീടിൻ്റെ എക്സ്റ്റൻഷൻ വർക്കാണ്. അതൊരു വീടിൻ്റെ ബാക്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് താഴെ ഒരു ബെഡ്റൂം, ഒരു യൂട്ടിലിറ്റി ഏരിയ, ഒരു അറ്റാച്ച് ടോയ്ലറ്റ്, സർവൻറ്റ് റൂം, മുകളിൽ ഒരു അഡീഷണൽ ഒരു ബെഡ്റൂം, ഒരു വലിയ ഹാള്, തിയേറ്റർ ഏരിയ, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള മുകളിലത്തെ വീടിൻ്റെ പോർഷൻ പൊട്ടിച്ചിട്ടാണ് നമ്മൾ പുതിയ ഏരിയയിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കസ്റ്റമറിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഒരു കുറച്ച് പോലും പൊടിയോ അഴുക്കോ ഒന്നും വീടിനകത്തോട്ട് നമ്മൾ കയറുന്നില്ല. അതിനുള്ള എല്ലാ പ്രിവെൻഷൻസും മുൻകരുതലെടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇനി നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നേരെ നെടുമ്പാശ്ശേരിയിലെ സൈറ്റിലോട്ട് പോയി. നെടുമ്പാശ്ശേരിയിലെ സൈറ്റ് ഒരു 2 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് തന്നെ അതൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് എന്തോ ഒരു പണി കിട്ടിയാണ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ 2 കൂട്ടുകാരികളെ കിട്ടി. നമ്മൾ വീടിനുള്ളിലോട്ട് കയറുമ്പോൾ അവിടെ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ലിവിംഗ് ആണ്. പക്ഷേ ഒട്ടും എയർ സർക്കുലേഷൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. ഭയങ്കര ചൂടായിരുന്നു. അല്ലേ തന്നെ ചൂടാണ്. അപ്പോൾ നമ്മൾ ഡൈനിങ്ങിലോട്ട് നോക്കുമ്പോൾ ഡൈനിങ്ങിൽ ഇവിടെ ഒരു വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ ഒരു TV യൂണിറ്റ് വേണമെന്നാണ് കസ്റ്റമർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് TV ഇവിടെ നിന്നും കാണാം, അവിടെ നിന്നും അങ്ങനെ തിരിക്കാവുന്ന ടൈപ്പ് ഒരു TV യൂണിറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഡൈനിങ്ങും അവരുടെ ക്യാഷ്വൽ ലിവിംഗുമാണ്. അത് തമ്മിൽ സ്വാപ്പ് ചെയ്യുന്ന കാര്യം അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ സ്വാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ബെഡ്റൂംസിലൊന്നും വാർഡ്രോബ്സ് ഇല്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ബെഡ്റൂംസിലെ വാർഡ്രോബിൻ്റെ പ്ലേസ് കിടപ്പുണ്ട്, പക്ഷേ വാർഡ്രോബ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വാർഡ്രോബ്സ് എങ്ങനെ പ്ലേസ് ചെയ്യാം, അവിടെ ഒരു വർക്കിംഗ് ടേബിൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു. ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഡോറ് ചുറ്റി വേണം ഡൈനിങ് വരാനായിട്ട്. അപ്പോൾ നമ്മളൊരു കിച്ചണിൻ്റെ ഡോറ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയായിട്ട് കുട്ടികൾക്കൊരു ചെറിയൊരു ബുക്ക് ഷെൽഫും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്രോക്കറി ഏരിയയും കൂടെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ അടി സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും കാണുന്ന പോലെ തന്നെ ഇൻവെർട്ടർ ഏരിയയാണ്. പക്ഷേ അതെങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് ആലോചിച്ചു. ഞങ്ങൾ ഡിസൈൻ കാണിച്ചു, കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഫ്രണ്ടിൽ ഷോക്കേസും അകത്തോട്ട് ഇൻവെർട്ടറും ഇരിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. ഈ വാഷ് ബേസിൻ ഏരിയ കുറച്ച് ഇരുണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ബ്രൈറ്റ് ആക്കാനുള്ള ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞ് ആ സൈറ്റിൽ നിന്ന് നമ്മൾ നേരെ പുറത്തിറങ്ങി നമ്മൾ പെരുമ്പാവൂരേക്ക് പോയി. നമ്മുടെ പെരുമ്പാവൂർ റിനോവേഷൻ സൈറ്റാണ്. നമ്മൾ 6 മണിയായപ്പോൾ അവിടെ എത്തി. ഇത് ഒരു 5000+ സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. നമ്മൾ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ 3000 സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനുശേഷം അവിടെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനമാക്കി ഞങ്ങൾ അവിടുന്ന് ഒരു 8 മണിയായപ്പോൾ ഇറങ്ങി തിരിച്ച് നമ്മൾ എറണാകുളം ഓഫീസിൽ എത്തി.